മനസ്സു ഭയന്നു തുടങ്ങിയതോടെ രാജ്യസഭാ സീറ്റ് തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് CPM. രാജ്യസഭാ സീറ്റ് CPIക്കും കേരള കോൺഗ്രസിനും നൽകാൻ CPM തീരുമാനിച്ചു. 2 രാജ്യസഭാ സീറ്റിലാണ് ഇടതുപക്ഷം ഇത്തവണ ജയിക്കാൻ പോകുന്നത്. അത് രണ്ടും വിട്ടുകൊടുത്ത് CPM മൗനം പാലിച്ചിരിക്കുന്നു. AKG സെന്ററിൽ നടന്ന LDF യോഗത്തിൽ CPM തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുത്തതോടെയാണ് ഇരു പാർട്ടികൾക്കും രാജ്യസഭാ സീറ്റ് ലഭിച്ചത്. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ CPIയും കേരള കോൺഗ്രസും ഉറച്ചു നിന്നതോടെ മാനം രക്ഷിക്കാൻ സീറ്റ് വിട്ടുകൊടുക്കുകയല്ലാതെ CPMന് വേറെ മാർഗമുണ്ടായിരുന്നില്ല. സീറ്റ് കിട്ടിയില്ല എങ്കിൽ കേരള കോൺഗ്രസ് വീണ്ടും UDFിലേക്ക് ചേക്കേറുമോ എന്ന ഒരാശങ്കയാണ് CPMനെ കൂടുതൽ ആശങ്കപ്പെടുത്തിയത്. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് ചേരുകയാണ്. ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറയുകയും ചെയ്തു. CPMന് ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ജയിക്കാൻ കഴിയുമെങ്കിലും മുന്നണിക്ക് വേണ്ടി അത്തരമൊരു ത്യാഗത്തിന് തയ്യാറാകുന്നു എന്നാണ് EP വ്യക്തമാക്കിയത്. ഒരു ഘടക പാർട്ടിയുടെ മേലെ തങ്ങളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല എന്നാണ് കൺവീനർ പറയുന്നത്. ചെറിയ പാർട്ടികളുടെ മേലെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് LDF ശൈലിയല്ലെന്നും മറ്റ് മുന്നണികളിൽ ആ ശൈലിയുണ്ട്, അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ UDFിൽ ക്ഷീണം അനുഭവിക്കുന്നതെന്നും EP ജയരാജൻ പറയുകയുണ്ടായി. യാഥാർത്ഥ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം LDFും CPMും കേരളത്തിൽ തകരാൻ പോവുകയാണെന്നും ഏതു നിമിഷവും കൂടെയുള്ളവർ കൂടൊഴിഞ്ഞു പോകുമെന്നും CPMന് തന്നെ നന്നായി അറിയാം. അത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ഏകാധിപത്യ ഭരണം കൊണ്ടാണെന്നും അറിയാം. ഇനി രാജ്യസഭാ സീറ്റിൻ്റെ പേരിൽ പാർട്ടികൾ മുന്നണി വിട്ടാലോ പൊട്ടിത്തെറി ഉണ്ടാക്കിയാലോ അത് വരും നാളുകളിൽ വലിയ പ്രതിസന്ധിയാകും പിണറായി വിജയൻ്റെ ഭരണത്തിന്. അങ്ങനെ ജോസ് കെ മാണിയുടെ പ്രവർത്തകരെല്ലാം പോയിക്കൊണ്ടേയിരിക്കുന്നു. CPI ആണെങ്കിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു CPMനെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിശിതമായ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും CPMും ഈ വിട്ടുവീഴ്ച ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറി എന്ന വാർത്തകൾ നാളെ അറിഞ്ഞേനെ. അത് താങ്ങാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് CPM ഈ കീഴടങ്ങൽ നടത്തിയിരിക്കുന്നത്. എളമരം കരീം എന്ന CPM നേതാവും ബിനോയ് വിശ്വം എന്ന CPI നേതാവും ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസ് നേതാവും മാറിയ സീറ്റുകളിലേക്ക് CPMന് മാത്രം സീറ്റ് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളത് അവരുടെ ദൗർബല്യം തന്നെയാണ് കാണിക്കുന്നത്. അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നവും ചെറുതായിരിക്കില്ല.